ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് തീരുവ ഉയർത്തി. അത് 50% വരെ ഉയർത്തി. പിന്നീട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 100% വരെ തീരുവ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ ചിലതിൻ്റെത് 150-ലെത്തുന്ന സ്ഥിതിയാണ്. ഈ സമയത്താണ് പലരും ഇന്ത്യ ചൈന സൗഹൃദം എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യം ചോദിക്കുന്നത്. ഇത് തികച്ചും സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുള്ളത് 1962 ചൈന നമ്മെ ആക്രമിച്ചു, നമ്മുടെ ഭൂമി കയ്യേറി. അതേപോലെ തന്നെ 2019 ചൈനീസ് ആക്രമണം ഉണ്ടായി. അതേപോലെ തന്നെ ചൈനയിലെ ഭരണകൂടം അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെയൊക്കെ അടിച്ചമർത്തുന്നു. ടിയാനമെൻ സ്ക്വയറിലെ കൂട്ടക്കൊല, അതേപോലെ തന്നെയുള്ള മതപരമായ അസഹിഷ്ണുത, ടിബറ്റിനെ ആക്രമിക്കുന്നു, ടിബറ്റിനെ നമ്മൾ സംരക്ഷിക്കുന്നു, ടിബറ്റൻ നേതാക്കന്മാർക്ക് നമ്മൾ അഭയമൊരുക്കുന്നു, ദലൈലാമയെ പോലെയുള്ള ആളുകളെ. അപ്പൊ അങ്ങനെ ബുദ്ധമതക്കാർക്ക് നേരെ അല്ലെങ്കിൽ ടിബറ്റൻ ആളുകൾക്ക് നേരെയുള്ള അവരുടെ ആക്രമണം, അങ്ങനെ ഒരു ചൈനയെ കുറിച്ചുള്ള നമ്മുടെ പരിപ്രേക്ഷ്യം ഈ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് സമീപകാലത്തായിട്ട്. പക്ഷെ കുറച്ചുകൂടി കടന്നു ചെന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപരിയായിക്കൊണ്ട് എന്തുകൊണ്ട് ചൈനയുമായി സൗഹൃദമായിക്കൂടാ? കാരണം സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അമേരിക്കയ്ക്ക് എതിരല്ല, നമ്മൾ അമേരിക്കയായിട്ട് നല്ല സൗഹൃദത്തിലാണ്. പക്ഷെ അമേരിക്ക പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കൂടുതൽ തീരുവ ആവശ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം അമേരിക്കയുടേതായ താല്പര്യങ്ങളാണ്. കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷത്തിൽ പൂർണ്ണമായും ഉക്രൈൻ്റെ ഒപ്പമാണ് അമേരിക്കയും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്, കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമ്പത്തികമായ ലാഭമുള്ളത് കൊണ്ടാണ്, സ്ട്രാറ്റജിക് ആയ ഒരു തീരുമാനമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അപ്പൊ ആ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് 25% അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ഒരു പ്രേരിപ്പിക്കാൻ നോക്കി, നമ്മളത് ചെയ്തില്ല. ചൈനയാണെങ്കിൽ നേരത്തെ തന്നെ പാകിസ്ഥാനായിട്ട് നല്ല സൗഹൃദമാണ്. നമ്മൾ ഈ അടുത്തും പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ചൈനീസ് ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ചൈനയും നമ്മുടെ ഒരു സുഹൃത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് ശത്രു രാജ്യം എന്ന് പറയാം. പക്ഷെ പാകിസ്ഥാനുമായിട്ട് അത്ര ശത്രുതയുണ്ടോ? അത്ര ശത്രുത ഇല്ല എന്ന് പറയാം. അപ്പൊ ഈ ഒരു സമയത്താണ് സ്ട്രാറ്റജിക് ആയിട്ട് എന്തുകൊണ്ട് ഇന്ത്യ ചൈന സൗഹൃദം ആയിക്കൂടാ എന്ന ഒരു ചിന്ത വരുന്നത്. കാരണം ചൈന ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലെങ്കിലും ഒരു സർവാധിപത്യ രാഷ്ട്രമാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യ രാഷ്ട്രം എന്ന് വെച്ചാൽ അവർ കമ്മ്യൂണിസത്തിന്റെ ഐഡിയോളജി ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഒരു മുതലാളിത്ത രീതിയിലാണ് ചൈനയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ചൈന ആക്രാമിക സ്വഭാവമുള്ള രാജ്യമാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ചൈനയുമായിട്ട് യോജിച്ചുകൂടാ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. നമ്മൾ 2 രാജ്യങ്ങൾക്കും 130, 2 രാജ്യങ്ങളും കൂടി ഒരു 270 കോടി ജനങ്ങളെങ്കിലും കാണും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, കാരണം ചൈനയിൽ ഒരുപാട് നിർമ്മാണ കമ്പനികളുണ്ട്, ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് പല സ്ഥലത്തും ലോക വിപണിയിൽ സ്വാധീനം നേടിയിരിക്കുന്നത്. അപ്പൊ ചൈനയും നമ്മളും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും പല മേഖലകളിലും. പക്ഷെ എന്തുകൊണ്ട് സൗഹൃദമായിക്കൂടാ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ യോജിക്കുന്ന ഒരുപാട് വേദികളുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ പ്രാദേശികമായ ഒരു സഖ്യകക്ഷിയാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ. അതേപോലെ തന്നെ ബ്രിക്സ് ഉണ്ട്. അപ്പം ഈ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് വേദികളുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ട് ചൈനയായിട്ട് സൗഹൃദം ശക്തിപ്പെട്ടുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. ഇപ്പൊ തന്നെ ചൈനയുടെ ബോംബെയിലെ കോൺസുലർ ജനറൽ ക്യൂൻജി, അദ്ദേഹം ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹം ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് മോഡിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. കാരണം 2014 മുതൽ 2024 വരെ മോഡിയും ഷീ ജിൻപിങ്ങും ഏതാണ്ട് 18 തവണ കൂടിക്കാഴ്ച നടത്തിയ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പലതും ഈ ബ്രിക്സ് സമ്മേളനത്തിന്റെയോ SCO സമ്മേളനത്തിന്റെയോ ഒക്കെ ആ ഒരു സമയത്ത് ആയിരുന്നു പലതും. അല്ലാതെയും അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 2015-ലോ 16-ലോ മോഡി ചൈനയിൽ പോകുന്നുണ്ട്. ഷീ ജിൻപിങ് ഗുജറാത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. 2 രാജ്യങ്ങളും ഊഷ്മളമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 2019 വീണ്ടും നമ്മൾ ആ സൗഹൃദം തകരുകയാണ്.
പക്ഷെ പിന്നീട് ആ തകരാറിലായ സൗഹൃദത്തെ തുടർന്ന് നിർത്തലാക്കിയ പല പരസ്പര സേവനങ്ങളും അത് വീണ്ടും നമ്മൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ചൈനയായിട്ടൊരു സൗഹൃദം നല്ല രീതിയിൽ സൗഹൃദമായിക്കൂടാ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ലോകത്തെ ശാക്തിക ചേരിയിലൊക്കെ ഒരു മൾട്ടിലാറ്ററലിസമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യവും രണ്ട് സഖ്യകക്ഷികളും എന്നുള്ള രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് പൊതുവായ പല രാജ്യങ്ങളും ഒരുമിച്ച് കൂട്ടായും പല ചേരികളായിട്ടൊക്കെ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണ് ചൈനീസ് നേതാക്കളുടെയൊക്കെ ലേഖനങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ വരുന്നത്. കാരണം അവരും അതിന് കാര്യമായ താല്പര്യമെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ചൈനയുടെ നേതാക്കന്മാർ പറയുന്നത് ടിയാൻജി സമ്മിറ്റ് ഈ അടുത്ത് നടന്ന SCO സമ്മിറ്റ് ചൈനയിൽ നടന്നിരുന്നു. ആ ചൈനയിൽ നടന്ന സമ്മിറ്റിലെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് ആ പ്രസക്തമായ ഇന്നത്തെ അന്താരാഷ്ട്ര ചുറ്റുപാടിൽ പ്രസക്തമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. കാരണം ഏത് ചെറിയ രാജ്യമായാലും വലിയ രാജ്യമായാലും അവരുടെ സ്വയംഭരണ അവകാശത്തെ, അവരുടെ സോവറിനിറ്റിയെ നമ്മൾ അംഗീകരിക്കുക, എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുക. അതൊരു ചെറിയ രാജ്യമാണ്, ഒരു വലിയ രാജ്യമാണ് എന്ന ഭേദമില്ലാതെ എല്ലാ രാജ്യങ്ങളുടെയും സ്വയംഭരണാവകാശത്തെ നമ്മൾ അംഗീകരിക്കുക. അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ചില നിയമങ്ങൾ, ആ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില നിയമങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ടാകും. പക്ഷെ പല രാജ്യങ്ങളും ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ, ആ അന്താരാഷ്ട്ര നിയമങ്ങൾ നന്നായിട്ട് നടപ്പിലാക്കുക. അതേപോലെ തന്നെ മൾട്ടിലാറ്ററലിസം, അതായത് ഏതെങ്കിലും ഒരു ചേരി അല്ല, അതെങ്കിൽ ഒന്നുകിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ചേരി, നേരത്തെ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ചേരി, ഇങ്ങനെയുള്ള ചേരികളാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിക്കൊണ്ട് ആളുകൾ പരസ്പരം, രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകട്ടെ. ഏതെങ്കിലും ഒരു ചേരി ഉണ്ടാവുന്നതിന് പകരം ആളുകളൊക്കെ തന്നെ ഓരോ കാര്യങ്ങളുടെ പേരിൽ 10-15 രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഒരുപാട് അന്താരാഷ്ട്ര കൂട്ടായ്മകളുണ്ട്. ഇപ്പൊ ബ്രിക്സ് ആണെങ്കിലും SCO ആണെങ്കിലും അത് ഇന്ത്യയും ചൈനയും മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്നതാണ്. പക്ഷെ ചൈന ഇല്ലാത്ത ഒരുപാട് വേദികളുണ്ട്, ഇന്ത്യ ഇല്ലാത്ത മറ്റു വേദികളുണ്ട്. അങ്ങനെ ഉള്ള ഒരു മൾട്ടിലാറ്ററലിസമാണ് വേണ്ടത്. അതിനെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് അവരെടുത്ത് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ആ ജനങ്ങളുടെ പീപ്പിൾ ആയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ അടുത്തതായിട്ട് പറയുന്നത് ഇപ്പോൾ പരിസ്ഥിതി മേഖലയിലൊക്കെ ആണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ രാജ്യങ്ങളാണെങ്കിലും വലിയ രാജ്യങ്ങളാണെങ്കിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ, ഒരു സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ തന്നെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഷാങ്ഹായ് റീജിയണൽ കോർപ്പറേഷനും അതേപോലെ തന്നെ ബ്രിക്സും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക സമാധാന രംഗത്ത്, ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ചൈനയുമായിട്ട് സഹകരണമായിക്കൂടാ? കാരണം ചൈന ഇന്ത്യയെ വിഴുങ്ങാൻ പോകുന്ന ഭീകരനൊന്നല്ല. കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ വിഴുങ്ങാൻ കഴിയില്ല. പക്ഷെ അതിർത്തിയിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സ്ഥിരം ശത്രുക്കളായ പാകിസ്ഥാനെ ചൈന സഹായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ അരുണാചൽ പ്രദേശ് പോലത്തെ സ്ഥലങ്ങൾക്ക് അതിന്റെ പുറത്ത് ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ചൈനയുമായിട്ട് നല്ലൊരു സൗഹൃദമായിക്കൂടാ എന്ന ചിന്തയാണ് ഇപ്പോൾ രാജ്യത്ത് പൊതുവെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര പരിസ്ഥിതി വരുന്നത്.